ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? 2 മുട്ട ഉണ്ടെങ്കിൽ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നല്ല തിക്ക് ബാറ്റർ ആക്കി എടുക്കാം. അത്ര തിക്നെസ്സിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, കുറച്ച് വേപ്പില. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ബാറ്റർ നമുക്ക് മാറ്റി വെക്കാം. ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, 1 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക്. പിള്ളേർക്ക് റെഡിയാക്കുമ്പോൾ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതിയിട്ടാ. കുറച്ച് കരിവേപ്പില. എല്ലാം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തെടുത്തു. നമുക്ക് ഓംപ്ലേറ്റ് അടിക്കാം. പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഒന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്ക് 2 സൈഡിൽ നിന്നും പകുതി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ നടുക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും. ഇനി ഉൾഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. മുട്ട നല്ലോണം ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. അടിഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഓരോ പീസും ഈ 2 എണ്ണം വെച്ച് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കനം വേണോ അതനുസരിച്ച് ആക്കിക്കോളൂ. നമ്മുടെ ഓംപ്ലേറ്റ് റെഡിയായി. ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. അപ്പോൾ 4 പീസും അത്യാവശ്യം തണുത്തുണ്ട് കേട്ടോ. റെഡിയാക്കി വെച്ചേക്കണേ കടലമാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക. കടലമാവ് റെഡിയാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയിൽ റെഡിയാക്കിക്കോളും കേട്ടോ. നല്ല കോട്ടിങ് കിട്ടുള്ളൂ. ഒരുപാട് ചൂടാവേണ്ട എണ്ണ, എന്നാൽ അത്യാവശ്യം ചൂട് വേണേ. ഒരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്ക് മറിച്ചിടാം കേട്ടോ. നല്ലോണം 2 ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടത് റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. 2 മുട്ട ഉണ്ടെങ്കിൽ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.